ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് ഫോറസ്റ്റീസ്. കാങ്ഷുരി വാട്ടർഫാൾ മേഘാലയയിലുള്ള അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മേഘാലയയിലെ ഒരു പ്രസിദ്ധമായ വെള്ളച്ചാട്ടമുണ്ട്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. കാങ്ഷുരി വെള്ളച്ചാട്ടം എന്നാണ് അതിന് പറയാ. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ പുറപ്പെട്ടത് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലെ ദൗക്കി എന്നാണ് പുറപ്പെട്ടുള്ളത്. ഈ മേഘാലയയിലെ പച്ചപ്പ് നിറഞ്ഞ വെസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലെ അംലാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പട്ടണമുണ്ട്. അതിന്റെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞ കാങ്ഷുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അത് ഇവിടെ ഒരു ജോവോയ് ജില്ല ഉണ്ട്. ജോവോയ് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന ഏരിയ ഉള്ളത്. ഇപ്പൊ ദൗക്കിയിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന അവിടേക്ക് ഏകദേശം 35 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഇതിപ്പോ ഒരു ചെറിയൊരു അങ്ങാടിയാണ്. ഇപ്പൊ സമയം ഏകദേശം 1 മണിയോട് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ മേഘാലയന്റെ തലസ്ഥാനാണല്ലോ ഷില്ലോങ് നിന്ന് ഈ കാങ്ഷുരി വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം ഒരു 95 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കുട്ടികള് കൊത്തങ്കല്ല് കളിക്കാറ്. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ മൊബൈൽ മേലല്ല തോണ്ടിരിക്കുന്ന, ഇവര് കൊത്തങ്കല്ല് കളിക്കാണ്. ബാക്കിൽ കുട്ടിയെ വെച്ചിട്ട് ഒരു സ്ത്രീയായിട്ട് പുറത്തേക്ക്. ഇവിടെ അങ്ങനെയാണ് സ്ത്രീകൾ കുട്ടികളെ എടുക്കല്, ബാക്കിൽ വെച്ചിട്ടാണ്. ഈ വാട്ടർഫാളിലേക്ക് എത്താൻ ഒരുപാട് വളഞ്ഞു പുളഞ്ഞ റോഡുകളൊക്കെ ഉള്ളത്. അപ്പൊ അവിടുന്ന് കഴിഞ്ഞിപ്പോ നമ്മള് മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേറെ നമ്മുടെ നാട്ടിൽ പറയില്ല പഞ്ചായത്ത് റോഡ് ഉണ്ടല്ലോ, പഞ്ചായത്ത് റോഡിലേക്ക് കടന്നിക്കുന്നു. സാധാരണ ഇവിടെ പിന്നെ കോടയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഇന്നിവിടെ കോടയും കാര്യങ്ങളും ഇല്ല. കോട ഉണ്ടെങ്കിൽ ആകെ ഒരു മൂടലും കാര്യങ്ങളും വെക്കും. പുറംഭാഗം വലിയ ക്ലിയറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ വണ്ടി ഈ വാട്ടർഫാളിന്റെ അടുത്ത് എത്താനായി നമ്മളെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ചാർജ് ഉള്ളത്. അതെല്ലാ വാട്ടർഫാളിലും ചാർജ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി പാർക്കിംഗ് ഏരിയ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ ഈ ഒരു റെസ്റ്റോറന്റിലാണ് നമ്മൾ കയറുന്നത്. അവിടെ മിക്സഡ് വെജിറ്റബിളും സലാഡും പിന്നെ തന്തൂരി റൊട്ടിയും അതാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചത്. ഇത് നമ്മളൊരു ആസാമി ഡ്രൈവറാണ്, ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നമ്മൾ ഇതിന്റെ കാങ്ഷുരി വാട്ടർഫാൾ ഇതിലെ അങ്ങോട്ടേക്ക് കടക്കണം. ഏകദേശം ഒരു 10-200 സ്റ്റെപ്പിന്റെ മുകളിൽ താഴേക്കുണ്ട്. താഴേക്കാണുള്ളത്. താഴേക്ക് അങ്ങനെ പോകണം. ഇനി ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പോകുന്ന വഴിയിലെ കാഴ്ചകളും കാണാം. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകണം. ബെറ്റർ അങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നല്ല സുഖാട്ടോ. നടക്കാൻ പറ്റുക. ഈ മേഘാലയയില് വരുമ്പോ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കാനുണ്ടാവും. ഞാൻ മുമ്പ് പലതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നടക്കാൻ ഉള്ളവര് ഇങ്ങോട്ട് വരുന്നതിന്റെ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഒന്ന് നല്ലോണം നടന്ന് കാലിൻ്റെ ഒക്കെ മസിലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം വരാൻ. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ ഒരു ട്രക്കിങ് കഴിഞ്ഞ് പുതിയ കാലുവേദന മറ്റൊക്കെ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ സ്റ്റിക്ക് ഉണ്ട്, അതിവിടെ വാടകയ്ക്ക് കിട്ടും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ്. അതിവിടെ 20 രൂപ എടുത്താൽ മതി ഒരു സ്റ്റിക്ക്. അതെന്തായാലും നിർബന്ധമാണ് ഇതിൽ നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള വാട്ടർഫാളിൻ്റെ അങ്ങോട്ട് പോവാം, അത് കാണാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അവര് വരും. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, എന്നാലും അവർ ഓടി വരും. നമ്മൾ ഈ
ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇനി ഇവിടുന്ന് ഇനിയും താഴോട്ട് പോകണം. ഇതൊക്കെ ചെറുത്. ഇന്നലെ മറ്റേത് കയറിയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറയാലോ. ആക്ച്വലി അഞ്ചിൽ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫായിരുന്നേ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ട്. ഇവിടെ ഏകദേശം ലെവലിൽ എത്തിയിട്ടുണ്ട്. ആട്ടല്ലോ ഇപ്പൊ അവിടെ കുളിക്കുന്നത് ഈ ലെവലിൽ നിന്ന് താഴ്ന്ന ലെവലിൽ, അവിടേക്ക് വേറെ വഴിക്ക് പോകണം. ഇതിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളമാണ് അങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പരിസരം കണ്ടിട്ട് ഞാൻ താഴേക്ക് പോകാന്ന് വിചാരിക്കുന്നത്. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് കുളിക്കൊക്കെ ചെയ്യാം. 100 രൂപയായിട്ടാണ് ലൈഫ് ജാക്കറ്റിന് വാടകയ്ക്ക്. ഞാൻ അവിടെ കുളിക്കുന്നില്ല. പിന്നെ കയാക്കിംഗ് ഉണ്ട് ഇവിടെ. ഒക്കെ ഞാൻ മുമ്പ് കയാക്കിംഗ് ദ്വീപിൽ നിന്ന് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതിലെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കയാക്കിങ്ങിന്റെ അവിടേക്കുള്ള വഴിയുണ്ട്. പിന്നെ വെള്ളത്തിൽ കൂടി നമുക്ക് നടക്കാം. അവിടെ അതൊന്ന് കാണാം. നോർത്ത് ഇന്ത്യൻ കുട്ടികൾ വെള്ളത്തിൽ കളിക്കാണ്. നമ്മളെ നാട്ടിലെ കുട്ടികളൊക്കെ വെള്ളം കണ്ട് മടുത്തല്ലോ. ഓരോന്നും അധികം വെള്ളം കണ്ടിട്ടില്ല. അപ്പൊ കുട്ടികൾ തമ്മിൽ വെള്ളത്തിൽ അങ്ങനെ ചാടി തിമിർത്ത് കളിക്കട്ടെ. നല്ല തെളിഞ്ഞ വെള്ളാണ്. അപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ വെള്ളമാണ് നേരെ അങ്ങോട്ട് പോയി ചാടുന്നത്. ഓ തണുപ്പ് 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 തണുപ്പ്. തണുപ്പുമ്പോഴേക്കും ഇങ്ങനെ ദൂരെ പോകുന്നു. ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കെട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ സ്ലോയിലാണ്ട് പോകുന്നു. ഉണ്ടോ? ഇതാണ് ആ കെട്ട്. ഈ കെട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ചാടിപ്പോകുന്നു. ഇങ്ങനെ ഒന്ന് ഇവിടെ ഇറങ്ങാനൊരു സ്ഥലമുണ്ട്.
ലക്ഷദ്വീപിലുള്ള കയാക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു കയാക്കിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വരുന്ന നമുക്ക് കാണാം. ഇതാ വരുന്നു. കയാക്കിൻ്റെ അവിടുന്ന് ഞാൻ മടങ്ങി. ഇനി ഇതിലേ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇറങ്ങാം. ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, എടുത്തിട്ട് ഇവിടെ നമുക്ക് താഴെ കുളിക്കാം. നല്ല നീല കളറുള്ള വെള്ളമാണെന്ന് അതിന് ഫേമസ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് താഴത്ത് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് കുളിക്കുന്ന ഭാഗത്തെത്തിയിട്ട് അവിടുത്തെ, ഞാൻ കുളിക്കുന്നില്ല, നമ്മളെ സുഹൃത്തുക്കൾ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഇത് മുകളിൽ നിന്ന് നല്ല അടിപൊളി കാഴ്ചയാണ്. ನೀನು ನಗ್ಬೇಕು, ಸುಮ್ಮನೆ ನಿಂತಿದ್ರಾಳ. മേഘാലയയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കാങ്സൂരി വാട്ടർഫാള് കാണാതെ പോകരുത്. നല്ല അടിപൊളി സംഭവമാണ്. ഇങ്ങനെ വാട്ടർഫാൾ കണ്ടിട്ട് മടങ്ങുകയാണ്. വാട്ടർഫാളോണ്ട് ഒരു തിരക്കാണ് മേഘാലയയിൽ. അപ്പോൾ വാട്ടർഫാൾ കണ്ട് മടങ്ങി വരുന്നു. പോയ രസം ഉണ്ടാവില്ല വരുമ്പോൾ, കാരണം വരുമ്പോൾ കംപ്ലീറ്റ് കയറ്റം കയറാനാണ്. അപ്പൊ പോകുമ്പോൾ നല്ല സുഖത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോകും. വരുമ്പോൾ ആള് പറ്റ ടയർഡാവും.
അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.